ജേക്സി തോമസ് കോട്ടയമാണ്, താങ്കൾക്ക് അറിയാവുന്ന കോളേജുമാകും. ഈ ദൃശ്യങ്ങൾ ഞാൻ എന്തായാലും ജേക്കിന് അയച്ചു തരാം, അതൊന്ന് കാണണം. അതിഭീകരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളും ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ഒന്നാം വർഷ വിദ്യാർത്ഥി, രണ്ടാം വർഷക്കാർ അല്ലെങ്കിൽ സീനിയർ കാണിക്കുന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു കളിയാക്കളുള്ള ആദ്യനാളുകൾ നമുക്കറിയാവുന്നതാണ്. ഇതൊരു സ്നേഹവും ഇല്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത, അങ്ങേയറ്റം കൊന്നുകളയാൻ ഉദ്ദേശത്തിൽ കാണിക്കുന്ന ക്രൂരതയാണ്. ജേക്ക് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഭീകരമാണിത്. തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദൃശ്യം കാണേണ്ട വന്നിട്ടില്ല ഇതുവരെ. എന്തായാലും 2 ദിവസങ്ങളായി ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് താരതമ്യേന നമ്മൾ സാധാരണഗതിയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയാറുണ്ട്, കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് കോളേജുകൾ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ താരതമ്യേന ഒരു ജനാധിപത്യ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ക്യാമ്പസുകളാണ് റാഗിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഈ പരപീഡയിൽ നിന്ന് മുക്തമായിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ അത്തരം പൊതുബോധത്തെയൊക്കെ, പ്രതീതി നിർമ്മാണങ്ങളെയൊക്കെ തകർത്ത് കളയുന്നതാണ്, കൊലയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരമൊരു അനുഭവം. പഴുതടച്ച സ്വയം വിമർശനം എല്ലാവരും നടത്തേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിസിൽ ബ്ലോവേഴ്സ്, നമ്മളെല്ലാവരും അക്കാര്യത്തിൽ പഴുതടച്ച ആത്മവിമർശനം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇതുപോലൊരു സമൂഹത്തിനിടയിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അരങ്ങേറി മാസങ്ങൾ പിന്നിട്ടും നമ്മളൊന്നും അത് അറിയാതിരിക്കുകയും ഇത്തരം കാര്യങ്ങൾ നിർബാധം തുടരാൻ ഈ പറയുന്ന ശുപാർശക്കത്തിന്റെ ബലത്തിലല്ലാതെ പ്രതിഭയുടെ ബലത്തിൽ തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദാരുണവും ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക, ക്യാമ്പസുകളുടെ ജനാധിപത്യ അന്തരീക്ഷം കൂടുതൽ കരുത്തോടുകൂടെ മുറുകെ പിടിക്കുക, അത് മാത്രമാണ് പോംവഴി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജേക്ക് ഞാൻ ദൃശ്യങ്ങൾ ജേക്ക് അത് കാണണം. ജേക്ക് ഇത് അങ്ങേയറ്റം അരാജകത്വമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ പുക്കിളിലേക്ക് ഡിവൈഡർ കുത്തി കറക്കുക എന്ന് ആ തോന്നൽ തന്നെ ഭീകര തോന്നലാണ്. മുറിവേക്കുമ്പോൾ അവിടെ എന്തോ ലോഷ് ഒഴിക്കുക എന്ന തോന്നൽ എന്ന് ഒരു ക്രിമിനൽ തോന്നലാണ്. അത് മാസങ്ങളോളം ആരോരും അറിയാതെ തുടരുന്നത്. ഈ വിദ്യാർത്ഥി മാത്രമല്ല, പല വിദ്യാർത്ഥികൾക്കും സമാനമായ രീതിയിൽ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സിവിൽ സൊസൈറ്റി, പ്രത്യേകിച്ച് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതറിയാൻ പറ്റാതെ പോകുന്നു, ഈ ക്രൂരന്മാരുടെ കൈക്ക് പിടിക്കാൻ പറ്റാതെ പോകുന്നു? ജയ്ക്ക്, ഇത് ഞാൻ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു ചെറിയ കള്ളിയിൽ വെച്ച് മാത്രം ചർച്ച ചെയ്യുന്നത് ഗുണകരമായിരിക്കില്ല. അല്പം കൂടെ വിശാലമായി തന്നെ നമ്മൾ ഇതിനെ ചർച്ച ചെയ്യണം. കാരണം നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ ഈ ക്രിമിനൽ വാസനയ്ക്ക്, കുറ്റകൃത്യങ്ങളോടുള്ള ആരാധനാ സ്വഭാവത്തിന് പരപീഡയുടെ ഒരു പാരമ്യമാണ് അങ്ങ് ഇപ്പൊ സൂചിപ്പിച്ച വാചകങ്ങൾ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വയറിൽ ഡിവൈഡർ കൊണ്ട് കുത്തിയിളക്കുക, മുറിവുണ്ടാകുമ്പോൾ ലോഷൻ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് പരപീഡയുടെ പാരമ്യമാണ്. എന്തുകൊണ്ട് അത്തരം ഒരു ബോധത്തിലേക്ക് മിടുമിടുക്കനായ കുട്ടികൾ പഠിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസുകൾ മാറുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ സമീപത്ത് നമ്മുടെ ഈ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇവിടങ്ങളിലൊക്കെ താരാരാധന ലഭിക്കുന്ന പ്രൊഫൈലുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്ന പല രൂപങ്ങളുടെയും വൈകൃതങ്ങൾ എന്തൊക്കെയാണ്, അവരൊക്കെ ഏതു നിലയിൽ നമ്മുടെ ഈ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടെ പരിശോധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു സമീപത്തിറങ്ങിയ ഒരു സിനിമ, ആ സിനിമ സന്നിവേശം ചെയ്യപ്പെടുന്ന ഹിറ്റെന്ന് പൊതുമധ്യത്തിൽ പലരാലും വിലയിരുത്തപ്പെട്ട സിനിമ സന്നിവേശം ചെയ്യുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ എറിഞ്ഞ് കൊന്നുകളയുന്ന ദൃശ്യമുള്ളതാണ്. അതിന് മലയാളി സമൂഹം കയ്യടി നൽകുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഇത് മെഡിക്കൽ കോളേജിന്റെ ഒരു ഇടുങ്ങിയ മുറിയിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ ആവില്ല. നേരത്തെ ജേക്ക് പറഞ്ഞ അതിനോട് തീക്കാറ്റ സാജൻ എന്ന് പറഞ്ഞൊരു ഗുണ്ട ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. തീക്കാറ്റ സാജന്റെ ഫോളോവേഴ്സും ആരാധകരും ആരെന്ന് നോക്കിയാൽ മനസ്സിലാവും. 19 വയസ്സായുള്ള കൊച്ചു കുട്ടികളാണ്.